2 ദിവസമായിട്ട് ഞങ്ങള് തറവാട്ടിലാണ് കേട്ടോ. അമ്മയ്ക്ക് കൈക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്റെ ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട്. ജലദോഷം, തൊണ്ടവേദന, പനി എല്ലാം ഉണ്ട് കേട്ടോ. കുഞ്ഞൂസിനും ഉണ്ട്. ഞങ്ങൾക്കിത് മാസത്തിൽ ഇത് 2ാമത്തെ തവണയാണ്. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഗോതമ്പ് ദോശ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കാനോ, കുഴയ്ക്കാനോ, പരത്താനോ ഉള്ള ആരോഗ്യമൊന്നുമില്ല. പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛന് ജോലിക്ക് പോകണം. അപ്പോൾ അച്ഛന് ചോറ് കൊണ്ടുപോകണം. രാവിലെ ചായക്കുള്ളതൊക്കെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അച്ഛനും ഞാനിന്ന് ഗോതമ്പ് ദോശയാണ് കൊടുത്തു വിട്ടത്. പിന്നെ എൻ്റെ അടുക്കളയൊന്നും അത്ര നീറ്റായിട്ടൊന്നും അല്ലാട്ടോ എന്നുള്ളത്. വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒതുക്കി പെറുക്കാനൊന്നും അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചായ വെച്ചു. ചായ വെച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കിവിടെ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ എനിക്കും അമ്മയ്ക്കും ഒന്നിച്ചാണ് കേട്ടോ വരും. അതാണ് ഏറ്റവും പ്രശ്നം. ഒരാൾ ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ജലദോഷം ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് കുഞ്ഞൂസിന് ഉണ്ടായിരുന്നു. കുഞ്ഞൂസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് എനിക്കും ജലദോഷം വന്നത്. പിന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ട് ആദ്യം തന്നെ കുഞ്ഞൂസിന് ഫുഡ് കൊടുത്തോട്ടെ. എനിക്ക് കുഞ്ഞൂസിന് അസുഖം വന്നാലാണ് ഏറ്റവും പ്രശ്നം. കാരണം അവൻ ഫുഡ് കഴിക്കില്ല. പിന്നെ ഛർദിയായി, വയറുവേദനയായി ഭയങ്കര പ്രശ്നമാവും കേട്ടോ. അപ്പോൾ അവന് ഫുഡ് കൊടുക്കൽ ഒരു ടാസ്ക്കാണ്. പിന്നെ അവൻ്റെ കൂടെ ഞങ്ങളും വേഗം ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അത് വേഗം കഴുകി വെച്ചു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ പണിയെടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമെന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുക. ഈ വീടുമായിട്ട് എനിക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം 10 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ചാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ വീടിനോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എനിക്ക് അപ്പുറത്ത് പോയി കഴിയുമ്പോഴാണ് ആ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു. 2 മണിക്കൂറോളം വേവുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അരി ഇട്ടു. പിന്നെ വേഗം അടിച്ചു വാരി. പിന്നെ കറി ഇന്നലെ ഞാൻ പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇന്നത് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഇത് ഏട്ടൻ്റെ അനിയൻ്റെയും വർക്കിംഗ് റൂമാണ്. എന്നെ അമ്മേനെ അധികം ഇവിടെ കയറ്റാറില്ല. അവർ തന്നെയാണ് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇന്ന് പൊടി കണ്ടുകൊണ്ട് ഞാനൊന്ന് അടിച്ചു വാരുകയാണ്. പിന്നെ ഈ ഒരു കർട്ടൻ ഉണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. ഒരു റോയൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ വേറെ കളറുകളുണ്ട്. മെറൂണ്, ഓറഞ്ച് അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കളറുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിച്ചുവാരലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ ഏകദേശ പണികളും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ. അമ്മയുടെ കൈ ഇന്ന് ഡ്രസ്സ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ അമ്മയുടെ സാരിയൊക്കെ ഏകദേശം ഞാനൊന്ന് ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുടി കെട്ടി കൊടുക്കുകയാണ്. അമ്മയുടെ കൈക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കാട് വീശുന്ന സമയത്ത് കയ്യിൽ ഈർക്കിൾ തറച്ച് കയറിയതാണ് കേട്ടോ. അത് നമ്മുടെ പുറം കൈയില്ലേ മോതിരവിരലിൻ്റെ ബാക്കിലെ ഇറച്ചിയിലേക്ക് തറച്ച് കയറിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് കീറിയിട്ടൊക്കെയാണ് എടുത്തത്. അപ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൈയൊട്ടും നനയ്ക്കാനൊന്നും പറ്റില്ല. അത്യാവശ്യം നീരും പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം കേട്ടോ എനിക്കൊന്ന് പോയിട്ട് ഒരുങ്ങാനായിട്ട്. ഞാനും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എനിക്കും തൊണ്ടവേദനയ്ക്ക് ഒന്ന് കാണിക്കണം എന്നുണ്ട് കേട്ടോ. സാധാരണ പനിയും ജലദോഷവും തൊണ്ടവേദനയും ഒന്നും വന്നാൽ ഞാൻ കാണിക്കാറില്ല. പക്ഷെ രണ്ടുപേരും കിടപ്പായി പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പോയിക്കൊണ്ടേ കാണിക്കുകയാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. 400 സംതിങ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഞാൻ ഇടാത്ത ഒരു മോഡലാണ്. നല്ലൊരു രസമാണ് കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ട് ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ലൂസായിട്ട് ഇങ്ങനെ കിടക്കുന്നത് തന്നെയാണ് ഇതിന്റെ ഭംഗി. ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ ഇതിന്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.